സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ഡോക്ടർ ദീപ ജോസഫ് കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നേരെ നടക്കുന്ന ക്രൂരതകളെ? ഇതൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ സംഭവിച്ച മാറ്റമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അതുമല്ലെങ്കിൽ വല്ല ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കൂടി വരുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ മാറ്റം അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള ഈ ക്രൂരതകളെ? മനസാക്ഷി ഹൃദയമുള്ളവർക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത്. പക്ഷെ ഇത് ആദ്യത്തെ കാഴ്ചയല്ല. ആര്യൻ എന്ന് പറയുന്ന കുട്ടി തൊടുപുഴയിൽ കുമാരമംഗലത്ത് അതിക്രൂരമായിട്ട് അമ്മയുടെയും അമ്മയുടെ കൂട്ടുകാരന്റെയും പീഡനത്തിനിരയായി മരിച്ചതും നമ്മൾ കണ്ടു. അതിനുശേഷം വാളയാറിലെ കുട്ടികൾ മരിക്കണു. വണ്ടിപ്പെരിയാറ്റില് ഒരു കുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല ചെയ്തത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ രണ്ടാനച്ചൻ ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ണൂര് കോഴിക്കോടോ മറ്റൊരു കൊച്ചിന് അവസാനം അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം 4-5 ദിവസമായിട്ട് അതിന്റെ വയറ്റിലൊരു ചോറിന്റെ പറ്റുപോലും ഇല്ലാതെ അതിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നത് നമ്മൾ കണ്ടു. അപ്പം ഇത് നമ്മളുടെ ആദ്യത്തെ കേസ് അല്ല. ഇതിന് പിന്നിൽ ലഹരിയാണോ എന്ന് ചോദിച്ചാല് ഉണ്ടാവാം. പക്ഷെ അതിനും അപ്പുറത്ത് ഞാൻ കണ്ടത് ഞങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നേരിട്ടു എന്ന് ഇദ്ദേഹം പോലീസിനോട് മൊഴി കൊടുത്തതായിട്ട് ഞാൻ കണ്ടു. അപ്പോ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മളൊരു സൗഹൃദം സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് എപ്പോഴും ഒരു നല്ല രീതിയിലുള്ളൊരു ചോയ്സ് ആയിരിക്കും. അപ്പൊ ഈ കക്ഷി ഒരു പ്രതിയാണെന്നും ഇതിനു മുമ്പുണ്ടായിരുന്ന ഭാര്യയെ വിവാഹം കഴിച്ച ആ സ്ത്രീ ഇപ്പോഴും ഹോസ്പിറ്റലിലാണെന്നും ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണ അവരെ പോയി കണ്ടതുമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുന്ന ആളിലും പ്രശ്നമില്ലേ? അപ്പൊ നമുക്ക് ആരെ വേണേലും പാർട്ണറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ സുരക്ഷ പോലും നോക്കാതെ ഇനിയിപ്പോ ഇതൊരു പെങ്കൊച്ചായിരുന്നെങ്കിൽ എന്തായിരുമായിരുന്നു അവസ്ഥ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി. ഇതിനകത്ത് എന്താണ് ഇതിന്റെ ഘടകം എന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നു നമുക്ക് നിയമമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് നിയമങ്ങളുണ്ട്. നമ്മുടെ നിയമങ്ങൾ ഇതുവരെയും ഒരു പ്രാവശ്യം പോലും ഒരു കുട്ടിയുടെ കേസിൽ പോലും പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് തോന്നിയതുമായ വസ്തുത. മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ അമേരിക്കയിലൊക്കെ കുട്ടികളോടുള്ള ഈ നിയമം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നിയമം കർശനമാക്കുന്നതിന്റെ ഒരു കാരണം പലപ്പോഴും പറയുന്നത് അവിടെ ഈ ബന്ധങ്ങളിലുള്ള ഉലച്ചില് പലപ്പോഴും ഭർത്താക്കന്മാർ മാറി മാറി വരുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതേ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് ഇതുപോലുള്ള അക്രമങ്ങൾ ഇനി വർദ്ധിക്കാനല്ലേ സാധ്യത? ഇപ്പോൾ സൂചിപ്പിച്ച ആ ബന്ധങ്ങളിലെ ഉലച്ചിൽ, ആ ബന്ധങ്ങൾ ചൂസ് ചെയ്യുന്നതിലുള്ള ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള അക്രമങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളല്ലേ ഇനി നിലനിൽക്കുന്നത്? അതെ, ഉറപ്പായിട്ടും അതെ. നമ്മുടെ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത് ഒരിക്കൽ പോലും നല്ല രീതിയിൽ മാതാപിതാക്കന്മാര് സ്നേഹത്തോടെ പരിലാളിക്കുന്ന മക്കൾക്ക് ഇങ്ങനൊരു ദുരന്തം നമ്മൾ കാണുന്നില്ല. എവിടെയൊക്കെ ബ്രോക്കൺ ഫാമിലി ഉണ്ടോ, എവിടെയൊക്കെ പ്രശ്നങ്ങൾ മാതാപിതാക്കന്മാർ തമ്മിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെയാണ് കുട്ടികൾക്ക് ക്രൂരമായ പീഡനങ്ങൾ രണ്ടാനച്ഛൻ്റെ കയ്യിൽ നിന്നോ രണ്ടാനമ്മയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇനിയും നമ്മൾ ഈ ബന്ധങ്ങൾ ഇങ്ങനെ ഒരാളിൽ നിന്ന് രണ്ടാളിലേക്കും രണ്ടാളിൽ നിന്ന് 4 ആളിലേക്കും ഒക്കെ പോകുന്ന ഒരു ലിവിങ് ടുഗദർ സിസ്റ്റം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പീഡ അനുഭവിക്കപ്പെടുന്നതും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതും മരണത്തിലേക്ക് തന്നെ നമ്മൾ ഒരു കുരുന്നുകളെ തള്ളിവിടുന്നതുമായ ഒരു സാഹചര്യം ഇനി ഇത് കൂടുതലാവാനേ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും മറ്റൊരു സംശയമുണ്ട്. അതായത് നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കുന്നത് സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാധിക്കും? കാരണം നമുക്കറിയാം ഓരോരുത്തരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിയണം എന്നില്ല. ഇപ്പോൾ അതൊക്കെ പേഴ്സണലായിട്ട് നടക്കുന്നതാകാം, അവർ തമ്മിലുള്ള പ്രശ്നമാകാം, എന്തുമാകാം. പക്ഷെ അത് തിരിച്ചറിയാതെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് ഒരു വെല്ലുവിളി തന്നെയല്ലേ? ഉറപ്പായിട്ടും അതെ. ഇതിനകത്ത് നമുക്ക് BNS ഉണ്ട്, പോക്സോ ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. നമുക്ക് നിയമങ്ങൾക്ക് ഒരു കുറവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ പോലും നമ്മൾ നിയമങ്ങൾ കർക്കശമായിട്ട് പാലിക്കപ്പെടാനും അത് ഫാസ്റ്റ് ട്രാക്ക് രീതിയിലേക്ക് ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ ശിക്ഷാവിധിയിലേക്ക് വിധി നിശ്ചയിക്കുവാനും ഒപ്പം അതുപോലെ തന്നെ അത് വളരെ ക്രൂരമായ വിധി തന്നെ ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് കാണുമ്പോ സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ കാണിച്ചു പറ, നമുക്ക് കണ്ണെന്നറിയാതെ ഈ കാഴ്ച കാണാൻ പറ്റുമോ? അപ്പൊ ഇത് ആദ്യത്തേതല്ലല്ലോ. എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും നമ്മൾ കുറച്ചു ദിവസം മീഡിയ അവരുടെ പുറകെ നടക്കുന്നു, കുറച്ചുപേര് വേദനിക്കുന്നു. ഇപ്പൊ ഈ കേസിൽ ഈ കുഞ്ഞുവേണ്ടി കരയാൻ ആരുണ്ടാവും? ഈ കുഞ്ഞിന്റെ വായില് തുണി കുത്തി തിരികെ കയറ്റി വെച്ചിട്ടാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്ന് അത് അമ്മയും കൂടെ കൂടിയിട്ടാണെന്ന്
അദ്ദേഹം ആ മനുഷ്യന് പ്രതി മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിനകത്തൊക്കെ ശരിക്കും നമ്മുടെയൊക്കെ ഒരു നിമിഷ നേരത്തേക്കുള്ള ഇഷ്ടവും അല്ലെങ്കിൽ അതിന്റെ താല്പര്യവും സുഖവും സന്തോഷവും ഒരു സൗകര്യങ്ങളും മാത്രമാണോ ഒരു കുഞ്ഞിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലാനുള്ളതെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ശിക്ഷാവിധികൾ നമ്മൾ കുറച്ചുകൂടെ കടുപ്പിക്കണം. അതുപോലെ തന്നെ സമൂഹവും ഒന്ന് വിജിലന്റ് ആയിരിക്കേണ്ടതുണ്ട്. ഇതിന് ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു. വളരെ നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.